മിനിങ്ങാന്ന് മമ്മൂട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞു? നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം, നമുക്ക് താമസിയാതെ കാണാം. എന്നോട് പറഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞു. വരുന്നുണ്ടെന്ന് നമ്മൾ മൂന്ന് പേർക്കുള്ള ഒരു ബന്ധം പറഞ്ഞാൽ മനസ്സിലാക്കാനൊക്കത്തില്ല പുറത്തോട്ട്. അങ്ങനെ ഒരു ബന്ധമില്ല നമ്മുടെ. 44 സിനിമ ഞാൻ മമ്മൂട്ടിക്ക് വേണ്ടി എഴുതി. ഇത് ഇനിയിപ്പോ ഒരു കഥാപാത്രം ഞാൻ ഉണ്ടാക്കണേ മമ്മൂട്ടിക്ക് വേണ്ടി. ഈ 44 സിനിമയ്ക്കും കഥാപാത്രം ഉണ്ടായില്ലേ? അതുപോലെ ഇനി ഒരു സിനിമയ്ക്കൂടെ ഉണ്ടാവും. 20 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാണ് സ്വാമി CBI ഉണ്ടാക്കുന്നത്. എന്നോട് മമ്മൂട്ടി പറഞ്ഞാല് സ്വാമി ആവനാഴി എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ. ഈ സഭയിൽ സ്വാമി എന്ത് പോലീസിനെ കാണിച്ചാലും അതിൻ്റെ അടുത്ത് വരില്ല. അങ്ങനെ അയാൾ സജസ്റ്റ് ചെയ്ത CBI. ഞാൻ ആ 20 നൂറ്റാണ്ട് മോഹൻലാലിനോട് പറഞ്ഞു 1 മിനിറ്റ് താഴെ എടുത്തുള്ളൂ സമയം എഴുതിക്കോന്ന് പറഞ്ഞു. ഇന്ന് 10 പ്രാവശ്യം എഴുതി കൊടുത്താലും മതിയാവണല്ലോ. വായിച്ചു 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 മതിയാവണല്ലോ. സ്വാമിയെ, എന്തുകൊണ്ട് വിശേഷം? വിശേഷം മധുവിനല്ലേ? എനിക്ക് വിശേഷമുണ്ട്. നല്ല വിശേഷമാണ്. നമ്മളെ അതിന് നേരിട്ടപ്പോഴാണ് കാണാം, സംസാരിച്ചുവെങ്കിലും. അതെ അതെ അതെ. എനിവേ മൈ ഹാർട്ടി കൺഗ്രാജുലേഷൻ. താങ്ക് യു വെരി മച്ച്. ഈ ഒരു പുതിയൊരു സ്ഥാനമല്ല, കറക്റ്റ് ആയിട്ടുള്ള സ്ഥാനമാണ്, അല്ലാതെ വെറും സ്ഥാനമല്ല. കാരണം ഒരു സിനിമയെ കുറിച്ച് ഒരുപാട് അറിയുന്നവർ അതിൽ വന്നാലേ ശരിയാവുള്ളൂ. അത് മാത്രമല്ല, സിനിമയെ സ്നേഹിക്കുന്നു, അതാണ് പ്രാധാന്യം. അറിവും നമുക്ക് എങ്ങനെ വായിച്ചെടുക്കാം. അയാൾ വെറുതെ ഒരു ഫാഷന് വേണ്ടി വന്നിട്ട് കാര്യമില്ല. അറിവ് നമുക്ക് വായിച്ചെടുക്കാം, അല്ലെ ഇത് നോക്കിയെടുക്കാം. മറ്റേ അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു പോസ്റ്റിൽ മധു വന്നതിൽ ഞങ്ങൾ എല്ലാവർക്കും, താങ്ക് യു. ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് ആയാലും ഡിസ്ട്രിബ്യൂട്ടർ ആയാലും മറ്റുള്ള എക്സിബിറ്റേഴ്സ് ആയാലും ടെക്നീഷ്യൻ ആയാലും ആർട്ടിസ്റ്റ് ആയാലും എല്ലാവർക്കും ഒരുപോലെ സന്തോഷമുണ്ട്. സ്വാമി, നമ്മൾ തമ്മിൽ ആദ്യം കാണുന്നത് എങ്ങനെയാണെന്ന് സ്വാമിക്കറിയോ? ഓർമ്മയുണ്ട്? പിന്നെ എവിടെ? എൻ്റെ പടത്തിൽ മധു ജയ് സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തത്. അതെ, ആ സമയത്ത് പരിചയപ്പെടുന്നു. അത് നമ്മുടെ അകലത്തെ അമ്പളി. അതിനുശേഷം പിന്നെ കാണുന്നത് ഡെന്നിസ് ജോസഫിൻ്റെ മുറിയില്ല. അതൊരു ചരിത്രമാണ്. അത് വലിയ ചരിത്രമാണ്. കാര്യം എന്നെ പറ്റിച്ചൊരു ചരിത്രമാണ്. കാര്യം അന്ന് 20 നൂറ്റാണ്ടിൻ്റെ അല്ലല്ലോ, വേറെ അല്ല. അന്ന് ഞാൻ ഈ കണ്ണീരും കൈമായ കഥ എഴുതുന്ന ഒരാളാണ്. അതെ. അന്ന് മേനക എന്നോട് ചോദിക്കും, സ്വാമി ചേട്ടാ എത്ര കുപ്പി ഗ്ലിസറിൻ ഞാൻ കൊണ്ടുവരണം അഭിനയിക്കാൻ വരുമ്പോൾ? നമ്മുടെ സാജന്റെ പടങ്ങൾ, കറണ്ട് ഒരു വഴിയായി സിനിമയിലൊക്കെ. അതെ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം ഡെന്നിസ് ജോസ് പറഞ്ഞത് അത്യാവശ്യം എനിക്ക് സൂല എന്നെ ഹോസ്പിറ്റലാക്കണം എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും വിശ്വസിച്ചു. അങ്ങനെ ഞാൻ എയർലൈൻസിലാണ് താമസിക്കുക. 105 എഴുതുന്ന മുറി. 105 എനിക്ക് നല്ല ഓർമ്മയില്ല. അവിടെ നിന്ന് ഞാൻ ഡെന്നിസിന്റെ മുറി വന്നപ്പോൾ ദേ ഇരിക്കണു അവിടെ മധുവുണ്ട്, മുട്ടയൊക്കെ അടിച്ച് എന്നോട് പറഞ്ഞു കേട്ടോ. അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ കംപ്ലീറ്റ് 1 or 2 അടൂർ ഗോപാലൻ സാറോ അങ്ങനെ അവർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവരും ഡെന്നീസിൻ്റെ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി പരിശ്രമിക്കുന്ന കാലമാണ്. പരിശ്രമിക്കല്ല, അതിന് അവർക്ക് ഇഷ്ടമാണ് അത് ചെയ്യുന്നത്. അപ്പോഴാണ് പുള്ളി ഇത് അപ്പം എന്നോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞത് മോഹൻലാലിൻ്റെ ഡേറ്റ വിടാനൊക്കത്തില്ല, ഞാൻ ഒരു വഴി ഒപ്പിക്കാം, അത് മിണ്ടരുത്, ഞാൻ ഒരു കള്ളം പറഞ്ഞ ഒരാളെ വരുത്താം. അപ്പോഴെനിക്ക് സ്വാമിയാണെന്നറിയാൻ വയ്യ. ഇല്ല, അറിയാൻ വയ്യ, പറഞ്ഞില്ല, ഒരാളെ വരുത്താം. അവിടെ വന്ന് കയറിയപ്പോഴാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഏൽപ്പിച്ച്. അങ്ങനെയാണ് 20 നൂറ്റാണ്ടുണ്ടായത്. അതോടുകൂടി നമ്മുടെ അത് നുണ പറഞ്ഞാലും നല്ലൊരു സ്റ്റാർട്ടായിരുന്നു. നല്ല സ്റ്റാർട്ട്. പിന്നെയാണ് നമ്മൾ CBIയിലോട്ട് പോയത്. അതെ, അത് ആ ബന്ധം ഇപ്പം 30-35 വർഷമായി. പിന്നെ അത് ഫാമിലി ബന്ധം കൂടെ അല്ലേ നമ്മുടെ? കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം വരെ. അതെ, CBI 6 വരെ. അതെ, CBI 5 വരെ. പിന്നെ സ്വാമിക്ക് ഉഴപ്പുള്ളതുകൊണ്ട് അടുത്ത് എഴുതിയാൽ ഉടനെ ചെയ്യാം കേട്ടോ. സ്വാമി ഉടനെ എഴുതിയാൽ ഉടനെ നമുക്ക് സിനിമ ചെയ്യാം. സ്വാമി ഇപ്പം ഇച്ചിരി ഉഴപ്പുണ്ട് സ്വാമിക്ക്, അതാണ് പ്രശ്നം. പിന്നെ മിനിങ്ങാന്ന് മമ്മൂട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞു? ഞാൻ സംസാരിച്ചു. പറയും പുള്ളി ഭയങ്കര ഇപ്പോൾ ഹാപ്പിയാണ് പുള്ളി. അതെ, എന്നോട് പറഞ്ഞു. ഞാൻ മെസ്സേജ് അയച്ചു, എനിക്ക് മറുപടിയൊക്കെ വന്നു. നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം, നമുക്ക് താമസിയാതെ കാണാം. എന്നോട് പറഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞു. വരുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ചെന്നൈക്ക് വരുന്നു. ഞാൻ പറഞ്ഞു ചെന്നൈക്ക് ഞാൻ വരുന്നില്ല. നമ്മൾ 3 പേർക്കുള്ള ഒരു ബന്ധം വേറെ പറഞ്ഞാൽ മനസ്സിലാക്കാനൊക്കത്തില്ല പുറത്തോട്ട്. അങ്ങനെ ഒരു ബന്ധമില്ല നമ്മുടെ. ഒന്നിച്ച് എത്ര യാത്രകൾ, എന്തെല്ലാം യാത്രകളൊക്കെ. സ്വാമി ഇപ്പോൾ പുതിയ എന്തെങ്കിലും എഴുതുന്നുണ്ട്? അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഒരു 5-6 എണ്ണം എഴുതുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് സൂപ്പർ സ്റ്റാറെ അവോയ്ഡ് ചെയ്തു. കാരണം സൂപ്പർ സ്റ്റാർ എന്ന് ഒരു സങ്കല്പത്തിൽ കഥ എഴുതി കഴിഞ്ഞാലുള്ള പ്രശ്നം, ഒന്നാമത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഈ കോസ്റ്റ് റിക്കവറി എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ മുമ്പത്തെ പോലെ പടം തുടങ്ങിയ കാരണം OTT ബിസിനസ് ഇല്ല, അതുപോലെ ഔട്ട്സൈഡ് കേരള ബിസിനസ് ഇല്ല, ഔട്ട്സൈഡ് ഇന്ത്യ ബിസിനസ് ഇല്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചിട്ട് ബോധവാന്മാരല്ലെങ്കിൽ
ഇൻഡസ്ട്രിയുടെ സർവൈവൽ പ്രശ്നമാവും. അപ്പോൾ ആരെങ്കിലും ധൈര്യമായിട്ട് ഇറങ്ങണം. അപ്പം ഞാൻ ഒരു 5-6 പ്ലാൻ ചെയ്ത് മുഴുവൻ ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ. കാരണം ഞാനത് അറിയേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ കഥ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇന്നുവരെ ഞാൻ എൻ്റെ പടത്തിൻ്റെ കോസ്റ്റൊന്നും അന്വേഷിക്കാറില്ല ആരോടും. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ അത് അന്വേഷിക്കേണ്ടി വരുന്നു. ആ കോസ്റ്റ് റിഡക്ഷൻ ഇല്ലെങ്കിൽ കോസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന പ്രോജക്റ്റ് വേണം. അതൊന്നുമല്ല, ഇപ്പം ട്രെൻഡ് മാറി മധു, ഒരുപാട് മാറി. പഴയ പോലെയല്ല. പഴയെന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു ആർട്ടിസ്റ്റിൻ്റെ പേരിൽ സിനിമ ഓടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഹീറോ ഇമേജും ഹീറോ വർഷിപ്പും ഹീറോ റെസ്പെക്റ്റും ഉള്ളായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഹീറോ എന്ന് പറയുന്ന ആളുടെ കെയർ ഓഫിൽ തന്നെ ഒരു സിനിമ മാക്സിമം കളക്ഷൻ വരുവാ. ഇന്നതില്ല. ഇന്ന് സിനിമ നന്നായില്ലെങ്കിൽ ഒരു രക്ഷയില്ല. അത് ഇവിടെ ഇവിടെയല്ല, പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. സിനിമ ഓടത്തുള്ളൂ. ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇതിപ്പോൾ ഇവിടെയല്ല. ഹോളിവുഡ്, മോളിവുഡ്, ബോംബെ, തെലുങ്ക്, എല്ലാം ആർട്ടിസ്റ്റിൻ്റെ പേരിൽ സിനിമ ഓടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഓടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്കാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ചാലും നമ്മൾ തമ്മിൽ ഇത്രയും സ്നേഹബന്ധത്തിൽ ഇരിക്കത്തില്ല 36 വർഷം. എൻ്റെ ഇടയ്ക്ക് എത്ര പ്രാവശ്യം നമ്മൾ പിണങ്ങിയിട്ടുണ്ട്? എത്ര പ്രാവശ്യം പിണങ്ങിയിട്ടുണ്ട്? സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും പിണങ്ങല്ല, പിണക്കമല്ല. പിണക്കം എന്ന് പറഞ്ഞാൽ അടിപിടി എന്നല്ല ഉദ്ദേശിച്ചത്. അല്ല, അതിന്റെ പുറത്ത് നമ്മൾ എന്തുമാത്രം ഓരോ കഥകൾ, എത്ര കഥകൾ നമ്മൾ സ്വാമി ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? നമ്മുടെ സേതുരാമയ്യർ CBI കഴിഞ്ഞു, സോറി മറ്റേ നമ്മുടെ ആദ്യത്തെ ഒരു CBI ഡയറക്ടർ കഴിഞ്ഞ് ജാഗ്രത ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ പടങ്ങൾ ഒന്നും എഴുതിയിട്ടില്ല തോന്നുന്നു സ്വാമി. പിന്നെ അതിനുശേഷം ഉണ്ടോ കുറേ പടം, ഒരു അടിക്കുറിപ്പ്, 3-ാം മുറ, അങ്ങനെയൊക്കെയുള്ള സാധനം. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം മദ്രാസിൽ AVM സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ സ്വാമി അവിടെ വരുന്നു. മധുവിനെ കണ്ടു. കുറേ ഞാൻ വേറെ വർക്കിന്, സ്വാമി വേറെ വർക്കിന് വന്നാൽ കണ്ടിട്ട് കുറേ കാലമായെന്ന് പറഞ്ഞാൽ അവിടെ എത്തി. അപ്പം ഞാൻ അപ്പോൾ വെളിയിലത്തെ ബെഞ്ചിൽ, ഇപ്പോഴെനിക്ക് നല്ല ഓർമ്മയാണ്, ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചോദിച്ചു, സ്വാമി നമുക്കൊന്ന് CBIയുടെ അടുത്ത പാർട്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഓർമ്മയുണ്ടോ? അപ്പോൾ സ്വാമി പറഞ്ഞു, എനിക്കൊരു സബ്ജക്റ്റ് കിട്ടുന്നുണ്ട്, അത് മധുവിൻ്റെ ഒക്കെ പറയാൻ വന്നാൽ. ഇത്രയും പറഞ്ഞുള്ളൂ. 5 കൊലപാതകം ചെയ്തു. അതിൽ CBI ഓഫീസറുടെ കയ്യിൽ തുറന്ന് പറയും 4 എണ്ണം ഞാനാ ചെയ്ത്, ഒന്നല്ല. ഞാൻ പറഞ്ഞു, സ്വാമി ഇത് എപ്പോൾ എഴുതി തരുമെന്നാണ് ചോദിച്ചു. ഓർമ്മയുണ്ടോ? നമ്മൾ തമ്മിലുള്ള ബന്ധം അതാ. ഒറ്റ വാചകത്തിൽ സ്വാമി എന്താണ്, അത്രേ ഉള്ളൂ കഥ. അത്രേ ഉള്ളൂ. ഞാൻ ആ 20-ാം നൂറ്റാണ്ട് മോഹൻലാലോട് പറഞ്ഞു 1 മിനിറ്റ് താഴെ എടുത്തുള്ളൂ സമയം. പാലക്കാട് മലമ്പുഴ ഷൂട്ടിംഗ് ഒരുമിച്ചല്ലേ പോയത്? പ്രിയൻ്റെ പടം നമ്മൾ ഒരുമിച്ച് പോയത്. ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഷോട്ടിൽ നസീർ സാറ് ഷോട്ട് പോയപ്പോൾ പ്രിയൻ്റെ ഞാൻ ഇങ്ങനെ മോഹൻലാലിൻ്റെ അടുത്ത് പോയിരുന്നു. ഞാൻ ചെവിയിൽ 2 മിനിറ്റ് പറഞ്ഞു, എഴുതിക്കോന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അതാണ് ഓരോ ഈ അല്ല സ്വാമി ഞാനോട്ട് വിശ്വാസം, എല്ലാം വിശ്വാസം, എല്ലാ വിശ്വാസത്തിന്. ഇന്ന് 10 പ്രാവശ്യം എഴുതി കൊടുത്താലും മതിയാവണല്ലോ. വായിച്ചു മതിയാവണല്ലോ. സ്വാമി പറഞ്ഞതിനകത്ത് പണ്ടും നല്ല സബ്ജക്റ്റ് തന്നെ ഓടിക്കൊണ്ടിരുന്നത്, അല്ലാതെ അല്ല. 2 കാര്യമുണ്ട് അന്ന്. പക്ഷെ അന്ന് പ്രൊഡ്യൂസേഴ്സിനും ഒരുപാട് പേർക്ക് ഈ ആർട്ടിസ്റ്റിൻ്റെ ഒരു ഡോമിനേഷൻ നിർബന്ധമായിരുന്നു. അത് കാരണം മറ്റ് ബിസിനസ്സുകളൊക്കെ നോക്കാനായിട്ട്. അപ്പം അത് ആ ബിസിനസ് ഇന്നില്ല. അപ്പം തമ്മിലുള്ള വ്യത്യാസം അതാ. ഇന്ന് ഞാൻ ഇപ്പോൾ അടുത്തൊരു സിനിമ കണ്ടു, അത് സു ഫ്രം സാ. ഞാൻ കണ്ടു. എന്ത് രസമായിരിക്കണം. അപ്പോൾ അതിനകത്ത് എനിക്ക് പരിചയമുള്ള ആർട്ടിസ്റ്റ് മാത്രം. അതിനകത്ത് ഡയലോഗുകൾ ഒക്കെ കേട്ടില്ലേ സ്വാമി? അത് പിള്ളേരുടെ ക്ലോസപ്പ് റിയാക്ഷൻ ഒക്കെ ആരെയും കണ്ടില്ലേ പരിചയമുള്ള മുഖങ്ങൾ. ഞാൻ ആ പടം കണ്ടുപോയി. അതിനകത്ത് ഈ ഓരോ റിയാക്ഷൻ കാണുമ്പോഴും എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ ഫുള്ള് തിയേറ്റർ. ചില പഞ്ചുകളെ അറിയാതെ നമ്മൾ ചിരിച്ചു പോകും, അറിയാതെ ചിരിച്ചു പോകും. രാജശേട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ തിയേറ്ററിൽ നിന്ന് പൊട്ടിച്ചിരിച്ചു. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ഞാൻ അയാളെ കണ്ട് പേടിച്ചിട്ടുള്ള ആളാണ്. മറ്റേ ഏതൊരു പടത്തിലൊക്കെ ഇയാളുടെ വില്ലനീസം കണ്ടിട്ട് മാർക്കോലും മറ്റുള്ള പടങ്ങളും ദൈവം ഇങ്ങനൊരു വില്ലനോ എന്നൊക്കെ ഞാൻ വിചാരിച്ചാണ്. ഇയാളെ കണ്ടപ്പോൾ ഞാനൊക്കെ വല്ലാതെ ചിരിച്ചു പോയി. ഈ പടത്തിനകത്ത് എന്ത് രസമായിരിക്കണം അയാള്. അപ്പൊ ഞാൻ അതാ പറഞ്ഞ കണ്ടന്റ് നല്ലതാണെങ്കിൽ. ഞാൻ പറഞ്ഞ അന്നും എന്നും കണ്ടന്റാ വേണ്ടത്. അല്ല, ഇന്നാലും ഇന്ന് റിലവൻസ് കൂടിയും വന്നു പണ്ടത്തെക്കാളും. പണ്ട് കണ്ടന്റിൻ്റെ അനുസരിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആർട്ടിസ്റ്റ് തന്നെ നിർബന്ധമായിരുന്നു. ഇന്നതില്ല. പക്ഷെ നമ്മൾ അതിനകത്ത് ഉത്തരവാദിത്തം ഡയറക്ടർക്ക് കൂടും. കാരണം കിട്ടുന്ന ആൾക്കാരെ വെച്ച് കറക്റ്റായിട്ട് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പം നിങ്ങളുടെ ഉത്തരവാദിത്തം ഒരുപാട് കൂടും. പിന്നെ ഇപ്പോഴത്തെ പുതിയ കുട്ടികളുടെ സിനിമ, ഞാൻ പല സിനിമ നമ്മുടെ എന്താ ഹസ്ബൻഡും വൈഫും കൂടെ വഴക്കുണ്ടാക്കി ഭാര്യ ബേസിലിൻ്റെ ഒരു പടം. അതെ, ജയ് എന്ത് പടം. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ആ സമയത്ത് ഈ പറയുന്ന അതിൽ അഭിനയിച്ച പെൺകുട്ടിക്കും ആൺകുട്ടിക്കും അങ്ങനെ വലിയൊരു പോപ്പുലർഡം ഇല്ലായിരുന്നു. പക്ഷേ അത് മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ.
അത് സ്വാമിക്ക് അറിയാം. സ്വാമി എപ്പോഴും പറയുമല്ലോ, തനിക്കാണെങ്കിൽ ഒരു അര സീൻ വേണമെങ്കിൽ ആർട്ടിസ്റ്റ് വേണം വഴക്കാന്ന് പറയും. പക്ഷേ ഓർമ്മയില്ലേ, ഞാൻ പറയത്തില്ല സ്വാമി അത് ഇന്ന അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം, അതല്ല, അത് അത് പറയാൻ മാത്രം പറ്റില്ല. പോരാ സ്വാമി. ഇപ്പം നമുക്കതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തുടരും. എന്നാ ഹിറ്റാ പടം. അതിപ്പം ഞാൻ പറയുന്നത് അത് ഇപ്പോഴത്തെ പുതിയ കുട്ടികളെയൊന്നും വെച്ചെടുത്താൽ ശരിയാവുന്ന ഒരു സിനിമ അല്ല. അത് മോഹൻലാൽ തന്നെ ചെയ്യണം. പക്ഷെ വേറൊരു കാര്യം, ആ. ആ പടം ഹിറ്റായപ്പോഴും അതിന് മുമ്പ് ഇറങ്ങിയ പല മോഹൻലാലിൻ്റെ പടങ്ങളിൽ ചിലവിൻ്റെ പകുതിയെ വന്നിട്ടുള്ളൂ. അത് ഏത് അതാണ്. തുടരും. അല്ല, ചെലവ്, കോസ്റ്റ് ആ, ഓഫ് ആ, പ്രൊഡക്ഷൻ, അത് ആ, ശരിയാ. ആ. പക്ഷേ അതിൻ്റെ ഒരു കണ്ടന്റ് നല്ലല്ലേ സാർ? അതെ. അതുകൊണ്ടാണ് കണ്ടന്റ് വേണം. അത് കണ്ടന്റ് പ്ലസ് മോഹൻലാൽ, അതാണ് ആ സിനിമയുടെ ഒരു സക്സസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അതായത് നമ്മൾ മുമ്പൊക്കെ ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി ഒരുപാട് കോംപ്രമൈസ് ചെയ്യും. എനിക്കറിയാം, ഞാനത് ഒരുപാട് സഫർ ചെയ്തിട്ടുള്ള ആളാണ്. ഈ ആർട്ടിസ്റ്റിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യുക, അപ്പോഴൊക്കെ നമ്മൾ കഥയുടെ ഗ്രിപ്പ് വിട്ടുപോകും. അത് അവർ ഡിമാൻഡ് ചെയ്തിട്ടോ ആരും പറഞ്ഞിട്ടോ അല്ല, നമുക്ക് തന്നെ അറിയാതെ അങ്ങനെ വേണം തോന്നിപ്പോവും. ആ തോന്നിപ്പോകുന്നത് പലപ്പോഴും കഥയെ ബാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സിനിമ ചെയ്തപ്പോഴേ, നമ്മൾ 20ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാണ് സ്വാമി CBI ഉണ്ടാക്കുന്നത്. അതെ. അപ്പോൾ നമ്മളപ്പം 20ാം നൂറ്റാണ്ട് സൂപ്പർ ഹിറ്റായിട്ട് മോഹൻലാലിനെ വെച്ച് നമ്മൾ ചെയ്തിട്ടിരിക്കുക. പക്ഷേ നമ്മൾ CBI വന്നപ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഓടിയത് മമ്മൂട്ടിയാണ്, ആ. അല്ലേ? അതാ. അപ്പോൾ എന്താണ് അതിൻ്റെ സ്വാമി എന്താണ് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ശരിക്കും അത്? അല്ല, അതാ കാരണം. അതിനകത്ത് മധു ഈ പറയുന്ന നമ്മളുടെ ഒരു യൂഷ്വൽ ഹീറോ അല്ല അതാ. അതിനകത്ത്. മമ്മൂട്ടി സാധാരണ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇങ്ങനെയാണോ? അല്ല, അല്ല. അല്ല. എന്നോട് മമ്മൂട്ടി പറഞ്ഞത്, സ്വാമി ആവനാഴി എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരിക്കുന്ന അതെ. ആളാണ് ഞാൻ. ആ. ഈ സമയത്ത് സ്വാമി എന്ത് പോലീസിനെ കാണിച്ചാലും അതിൻ്റെ അടുത്ത് വരില്ല. അതെ, ശരിയാ. അപ്പോൾ നമ്മൾ ശശിയുടെ പടം. പക്ഷെ നല്ല കഥയാണത്, മാറ്റി പിടിക്കണം. ഉം. അങ്ങനെ അയാൾ സജസ്റ്റ് ചെയ്ത CBI അല്ലേ? അല്ല, അതെ, അതേ സമയം. പക്ഷേ ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന രണ്ട് നല്ല നടന്മാരും താരങ്ങളെന്ന് വെച്ചാൽ മറ്റേ താരമൂല്യമുള്ള ആൾക്കാരും, അവർ രണ്ടുപേരും കൂടാണ് നമ്മുടെ രണ്ട് പടങ്ങൾ ഹിറ്റാക്കാൻ നമ്മളെ സഹായിച്ചത്, അല്ലേ? അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ ഞാനിപ്പോഴും പറയുന്നുണ്ട്, ഈ സ്വാമി നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാലം മാറി കഥ മാറി. എൻ്റെ ഗുരുനാഥൻ്റെ ഒരു പടത്തിൻ്റെ പേരാത്, വാസാർ പ്രൊഡ്യൂസ് ചെയ്ത്. എന്നാലും ഇപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ, ഓഡിയൻസിൻ്റെ മനസ്സിൽ കിടക്കുന്ന പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചില ആൾക്കാർ തന്നെ ചെയ്യണം. ഞാൻ പറയാനുള്ളൂ, ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കഥയുടെ ക്യാരക്ടർ നിർബന്ധമാണെങ്കിൽ ഓക്കെ. അതാ ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ ആ പോയിന്റിലാണ് നിൽക്കുന്നത്. അല്ലാതെ കണ്ടന്റ് അവരുടെ കെയർ ഓഫിലൊരു സിനിമ ഓടണം എന്ന് വിചാരിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എളുപ്പമല്ല. അല്ല, ഞാൻ പറയുന്നത് അതിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഓടും സ്വാമി. ആ. അത് പണ്ട് ഓടും ഇപ്പോഴും ഓടും എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആർട്ടിസ്റ്റ് ഇല്ലാതെ എടുക്കാം. അല്ല, അത് ശരി തന്നെ. പക്ഷെ എന്നാലും അതിന് ചില വേഷങ്ങൾ ചിലർ തന്നെ നമ്മുടെ ഇപ്പം അതൊന്ന് ശ്രമിച്ചു നോക്ക്. ശ്രമിക്കാൻ വയ്യാഴിയൊന്നുമല്ല. നമുക്കൊരു ധൈര്യം വരണ്ടേ? ഇപ്പം നമ്മളിപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ധാരണ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം ഞാൻ പറയാം, കണ്ടൻറ് വൈസ് നമ്മളിപ്പോൾ ഒരു ഹൊറർ പടമാണെങ്കിൽ ആർട്ടിസ്റ്റേ വേണ്ട. അതിനകത്ത് ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ പഠിച്ചു നോക്കി. ഞാൻ ഈ അടുത്തൊരു ഇംഗ്ലീഷ് പടം കണ്ടു, അതിൻ്റെ പേര് വെപ്പൺസ് എന്ന്. ആരുമില്ല ആർട്ടിസ്റ്റ് ആ പടത്തിന്. ഇതൊരു ഹിറ്റാണെന്ന് പറയാം പടം. അത് ശരിക്കും പറഞ്ഞാൽ പാരഡി പടം എന്ന് പറയാൻ വേണമെങ്കിൽ, അതായത് പഴയ കാലത്തെ ഡ്രാക്കുളയുടെയൊക്കെ ഒരു ഇൻഡയറക്റ്റ് പാരഡിയാണ് ആ പടം. മനസ്സിലായി. പക്ഷേ ദൈവമേ, ചിരിച്ചിരിച്ച് അത്തു ആ പടം. ഒരാളില്ല, ഞാൻ മുഖപരിചയം ഒരു ആർട്ടിസ്റ്റ് ഇല്ല ആ പടത്തിനകത്ത്. വലിയ ഹിറ്റാ പടം. ഭയങ്കര ഹിറ്റാ പടം, ഇൻ്റർനാഷണൽ ഹിറ്റാണ് ആ പടം. ഈ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴേ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ തമിഴ് പടത്തിൻ്റെ കാര്യം ആലോചിച്ചു. അവിടെ മറ്റേ കോവേ ചെഴിയൻ ഒക്കെ ഇങ്ങനെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടിപ്പോയി, പുള്ളിയുടെ ഒരു വരവും പോക്കും ആയിട്ടുള്ള. അതാണല്ലോ മമ്മൂട്ടി നമ്മൾ മൂന്നേരും കൂടെ ആദ്യം അന്യഭാഷയിലോട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോഴും ഞാൻ ആലോചിക്കുക കല്യാണത്തേരുന്നില്ലാന്നുള്ള പാട്ടും. അത് ഞാൻ ഈയിടെ നമ്മുടെ കഴിഞ്ഞ പടം ഷൂട്ടിംഗ് സമയത്ത് ഈ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരെ എല്ലാം മമ്മൂട്ടി വിളിച്ചു, ഈ പാട്ടൊന്ന് കാണാൻ പറഞ്ഞു. അത് നിസ്സാരമായിട്ട് എടുത്തതാണ്. അപ്പോൾ അതാലോചിച്ച് ബാക്കി പോരാത്ത ഷോർട്സൊക്കെ നമ്മുടെ AVM സ്റ്റുഡിയോ വെച്ച് വളരെ 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 എന്താ പറയുക, ടൈം ബൗണ്ടായിട്ട് ചെയ്തൊരു പാട്ടല്ലേ. അന്നൊക്കെ അങ്ങനെ ചെയ്യണമായിരുന്നു. നമ്മൾ നിർബന്ധം ഒരുപാട് നമ്മൾ പൊള്ളാച്ചി എടുത്തില്ലേ ഒരു പാട്ട് ഫുള്ളായിട്ട് എടുത്തത്. അത് മറ്റേ ബാബുവിന് കല്യാണത്തേന്നില്ല. അതെ, അതിൻ്റെ കുറച്ച് പോർഷൻ അവിടെ, ബാക്കി കുറച്ച് മറ്റേ ഇവിടെ എടുത്ത് ചെഴിയൻ്റെ വീട്ടിൽ. സ്വാമി എപ്പോഴും പറയത്തില്ല എവിടെയും മാറ്റി വന്നു. കറക്റ്റ്. സ്വാമിയല്ലേ പറഞ്ഞത്, മറ്റേ സെക്രട്ടേറിയറ്റ് എടുത്താൽ എറണാകുളത്ത് മാറ്റി വന്നു ഞാൻ എടുത്ത്. ഒക്കെ ഒരു നമ്മുടെ ഗുരുത്വ സമയം ഒക്കെ ഒരു ചെന്നാരി സാറിനോടുള്ള ഒരു ജോലി ചെയ്തൊരു പരിചയം കൊണ്ടുണ്ടാവുന്ന. അപ്പം ഞാൻ പറഞ്ഞ മധു ആസ് എ ഡയറക്ടർ ഒരു ചലഞ്ച് എടുത്ത് ഒരു പടം മാറ്റി ചെയ്യണം. ആ പതിവ് ചിന്തയിൽ നിന്ന് മാറി അതായത് ഒരുപാട് പേർക്ക് ധൈര്യമാവും. മധു ഒരാൾ ചെയ്യുകയാണെങ്കിൽ മധുവിനെ പോലെ
ഒരുപാട് ഡയറക്ടേഴ്സിന് അത് ഇൻസ്പിറേഷൻ ആവും. ഉം. മറ്റേത് ഞാൻ മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടിയാലേ ചെയ്യുള്ളൂ, മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടിയാലേ ചെയ്യുള്ളൂ, ഇന്നാളുടെ ഡേറ്റ് കിട്ടിയാലേ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് അത് ഒരു ധൈര്യം കിട്ടും. വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കാം സ്വാമി. അത് നിങ്ങളിപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലും കൂടി ഇരിക്കുന്നതുകൊണ്ട് പറയാണ്, ഇപ്പോൾ സിനിമയെ സേവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഉം. അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മാസക്കണക്ക് വരുമ്പോഴേക്കും നമ്മൾ പേടിച്ചു പോകും. ഇപ്പോഴാകുമ്പം അത് ശരിയാ സ്വാമി പറഞ്ഞത്. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാസങ്ങളോടല്ലേ സ്വാമി ഒരു സിനിമ ഓടുന്നത് തിയേറ്ററിൽ. സത്യം. ആ അത് രണ്ടാം വാരം അല്ല, മൂന്നാം അത് വാരം പിന്നെ വേറെ കാര്യം, അതിൻ്റെ കമേഴ്ഷ്യൽ മാർക്കറ്റിംഗ് ആംഗിൾ വേറെ മാറി. വേറെ ആംഗിൾ മാറി, സ്റ്റൈൽ മാറി. അല്ല, അത് പോട്ടെ. അതിപ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ ഒരു വളരെ ലിമിറ്റഡ് പീരീഡിൽ വരുന്നതിനാണ്. അതല്ല, നമുക്ക് അന്ന് 12 തിയേറ്റർ റിലീസുള്ളൂ, അല്ലെങ്കിൽ 15, അല്ലെങ്കിൽ 16, 17 മാക്സിമം. 17 തിയേറ്റർ. അതെ, അത് ഓണത്തിനായിരിക്കണം. സ്ക്രീനിൽ നിന്നൊക്കെ ഇപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് 500 സ്ക്രീൻ. പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ ശരിക്കും വെള്ളിയാഴ്ച പോലും മാറ്റിനില്ല. ശനിയും ഞായർ സ്വാമിക്ക് ഓർമ്മയില്ല. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വെള്ളിയാഴ്ച കൂടെ മാറ്റിനായി. അവിടെ സിനിമ എവിടെ വരെ എത്തി? അല്ല, അപ്പോൾ ആ സിനിമയൊക്കെ മാറിയിരുന്നു. ആ സിനിമ. അപ്പോൾ ഞാൻ പറഞ്ഞ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്പർ ഓഫ് തിയേറ്റേഴ്സ് കൂടിയതുകൊണ്ടോ ഒന്നും കുഴപ്പമില്ല. ഏറ്റവും പ്രശ്നം ജനങ്ങളെ തിയേറ്ററിലേക്ക് പുള്ളിയാണ്. സ്വാമി ഇപ്പോഴും ഈ പടങ്ങളൊക്കെ, ഈ പല പടങ്ങളും ഇപ്പം തുടരും അങ്ങനെയുള്ള പല പടങ്ങൾ ഓടുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങൾക്ക് തിയേറ്ററിലോട്ട് വരാൻ മനസ്സുണ്ട് വരാൻ. പക്ഷേ കൊണ്ടുവരണം. കുറേ നാളിന് ശേഷം നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചു, വളരെ സന്തോഷം. അല്ല, അങ്ങനെ വേണം, അത് വേണം. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ വെറുതെ അത് ഏത് പറഞ്ഞു ഇന്റർവ്യൂ അടിച്ചു നോക്കി അറിയാം. അത് നോക്കി അത് എല്ലാവർക്കും നമ്മുടെ വിക്കിപീഡിയ നോക്കി പടങ്ങളുടെ ലിസ്റ്റൊക്കെ, അതുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ എന്തായാലും അതുപോലെ ഞാൻ പറയാത്ത നമ്മുടെ പടങ്ങളുടെ കാര്യങ്ങളില്ല, നിങ്ങൾ പറയാത്ത കാര്യങ്ങളില്ല. അത് എത്രയോ ഇന്റർവ്യൂ ആയി പറഞ്ഞു. ഇപ്പൊ മധുവിനെ സംബന്ധിച്ചിട്ട് മധു ഇപ്പോൾ ഒരു KSFDC എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ഒരു ഉയർന്ന പോസ്റ്റ് ഇരിക്കുമ്പോൾ സിനിമയുടെ അത്യന്തികമായ ഈ പറയണ പോലെ എല്ലാം ഉൾപ്പെടുന്ന ഒരു വിജയം. അതെ, അത്യാവശ്യം. ശരിയാണ്. നമുക്ക് എന്തായാലും നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ സ്വാമി പറഞ്ഞേ. അത് വേണം. പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം, രണ്ടും കൂടെ വേണം. അതെ. അല്ല, കാരണം വെച്ചാൽ ഇത് മസ്റ്റാണെന്ന്. കാര്യം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെയൊക്കെ സിനിമകൾ കാണാൻ ആർക്കും താല്പര്യക്കുറവുണ്ടായിട്ടില്ല ഇതുവരെ. ഞാൻ പല സ്ഥലത്തും പോകുമ്പോഴേ എന്നാ അടുത്ത പടം എന്നാ ചോദിക്കുന്നല്ലേ, എന്തിനാ അടുത്ത പടം എന്ന് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നാ സാറേ എന്നോട് പ്രൊഡ്യൂസേഴ്സ് പറയും, സ്വാമി വിചാരിച്ച മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടില്ലേ, അല്ലെ ഞാൻ പറയും എനിക്ക് അവരുടെ പടം വേണ്ട. കാരണം ഞാൻ എഴുതുന്ന കഥയിലൊന്നും അവർക്ക് കഥാപാത്രങ്ങളില്ല, അവർക്ക് ക്യാരക്ടേഴ്സ് ഇല്ല. ഇതേ സ്വാമിയാണ് അവരെ വെച്ച് എത്രയോ കഥാപാത്രങ്ങൾ എഴുതി. അതുകൊണ്ട് മാറ്റി അല്ല ഞാൻ പറഞ്ഞത് അല്ല, അതുകൊണ്ട് അങ്ങനെ അങ്ങ് വേണ്ടാന്ന് വെക്കണ്ട, അങ്ങനെ ഒന്ന് മാറ്റി. 44 സിനിമ ഞാൻ മമ്മൂട്ടിക്ക് വേണ്ടി എഴുതി. ഇത് ഇനിയിപ്പോൾ ഒരു കഥാപാത്രം ഞാൻ ഉണ്ടാക്കണേ മമ്മൂട്ടിക്ക് വേണ്ടി. ഈ 44 സിനിമയ്ക്കും കഥാപാത്രം ഉണ്ടായില്ലേ? അതുപോലെ ഇനി ഒരു സിനിമയ്ക്ക് കൂടെ ഉണ്ടാവും. ഇല്ല, ഒരെണ്ണത്തിൽ 5 എണ്ണമായി. 5 എണ്ണമായില്ലേ? നമ്മൾ അത് ചില്ലറ കാര്യമില്ല സ്വാമി. ഇന്ന് ഈ എന്നോട് തമ്പി സാറ്, ശ്രീമാൻ തമ്പി സാർ, ഈ ഒരു അടുത്ത കാലത്ത് ഇപ്പോഴല്ല കുറേ കാലമായി ഈ ഇങ്ങനൊരു യാത്രക്കിടയ്ക്ക് ചോദിച്ചു, ആ SN സ്വാമിയും മധുവും കൂടെ ചെയ്യുന്ന സിനിമകളെ പറ്റി നിങ്ങൾ എന്താണ് സ്വയം അനലൈസ് ചെയ്തിരിക്കുന്നത്? ഇവിടെ പാട്ടില്ലാതെ സിനിമ എടുക്കാതെ, ഞാൻ പാട്ടെഴുത്തുകാരനാണ്, എന്നാലും പാട്ടൊന്നും ഇല്ലാതെ ഒരു സിനിമ എടുത്ത് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടുപേരുടെയും കൂടെ കഴിവാണ്, എഴുത്തുകാരൻ്റെയും സംവിധായകൻ. അദ്ദേഹത്തിനെ പോലെ ആൾ പറയണമെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത മേഖലകളിലാണ് നമ്മുടെ സിനിമയെ പറ്റി ആൾക്കാർ ചിന്തിക്കുന്നത്. സ്വാമിക്ക് പാട്ട് പാടണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ഞാനാ സമ്മതിക്കാൻ ഞാൻ പലപ്പോഴും. CBIയിൽ പാട്ട് പാടാന്നൊക്കെ പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കി എത്രയോ. പക്ഷേ അതൊക്കെ കുത്തി കേട്ടാൻ പാടാം, വലിയ പാടാം അതെല്ലാം കൂടെ. പക്ഷെ ഇന്ന് പാട്ടൊക്കെ എങ്ങനെ വേണേൽ ആഡ് ചെയ്യാം, റെക്കോർഡിംഗ് സമയത്തോ സ്വാമി എഴുതുന്ന ഒരു ടെമ്പോയ്ക്കും എൻ്റെ ഒരു ഡയറക്ഷൻ്റെ രീതിക്കും അതിനകത്ത് പാട്ട് കയറ്റിയാൽ ശരിയാവത്തില്ല. CBIയിലും പാട്ട് ശരിയാവത്തില്ല. അതിൽ പാട്ടുണ്ടല്ലോ, ആ പാട്ടാണല്ലോ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ സ്കോറല്ലേ എൻ്റെ പാട്ട് ശ്യാംജിയുടെ, നമുക്ക് ഓർക്കാതിരിക്കാൻ നോക്കൂ. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും സ്വാമി സന്തോഷം. നമുക്ക് ഈ സ്വാമി ഈ പുതുമുഖങ്ങളെ മാത്രം വെച്ച് എഴുതത്തുള്ളൂ എന്ന് പറയുന്നതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസത്തോട് കൂടി ഞാൻ ഇന്റർവ്യൂ മതിയാക്കുക. മധു അഭിപ്രായ വ്യത്യാസം വെച്ചോളൂ, പക്ഷെ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതായിരിക്കട്ടെ, സ്വാമിയുടെ അഭിപ്രായത്തിനോട് ഞാൻ സ്വാമിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിടുന്നു. ഞാൻ പറയുന്നത് ഇൻഡസ്ട്രിയുടെ സർവൈവലിന്റെ പ്രശ്നത്തിന്. അത് ആയിക്കോട്ടെ സ്വാമി, അതെല്ലാം ആയിക്കോട്ടെ. ഇത്രയും നമ്മൾ, പക്ഷേ ആ സ്വാമി ആ എഴുതുന്ന കൂട്ടത്തിൽ ആർട്ടിസ്റ്റിനും കൂടെ വേണ്ടി ഒരു സിനിമ എഴുതുക. നമുക്ക് അത്രേ ഉള്ളൂ. അത് നടക്കും സ്വാമി. നമ്മൾ ചെയ്തതിനൊക്കെ ഒന്നാലോചിച്ച് എത്രയോ സിനിമകൾ നമ്മൾ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഹിറ്റാവുമെന്ന് പറഞ്ഞ് നമ്മൾ വിജയം പ്രതീക്ഷ ചെയ്തു. പക്ഷേ എത്രയോ പടങ്ങൾ സൂപ്പർ ഹിറ്റായി സ്വാമി. നമ്മുടെ അടിക്കുറിപ്പ്, മമ്മൂട്ടിക്കും ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സിനിമയല്ലേ അടിക്കുറിപ്പ് നമ്മുടെ, അല്ലേ? അല്ല, അത് നമുക്ക് ഒരു ആവേശം തന്ന സിനിമകളാണ് തീർച്ചയായിട്ടും. ഇനി പലരും ഇങ്ങനെ ഒന്നിനു ശേഷം ഞങ്ങൾ
കഥ മാറ്റി ചിന്തിക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മളാ ചെയ്തത്. ഉം. ഒന്നിനോട് ബന്ധമില്ലാത്ത ആദ്യം ഒരു സീബഡിയർ കുറിപ്പ്, 20-ാം നൂറ്റാണ്ട് ഒരു സീബഡിയർ കുറിപ്പ്, പിന്നെ 3-ാം മുറ എൻ്റെ ഡിഫറൻ്റ് അല്ലേ. ഹൈജാക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ആർക്കും അറിയാൻ വയ്യ. നമ്മളത് ഈ എറണാകുളത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുന്നത്? ഈ എറണാകുളം ഹിൽ പാലസിനകത്ത് വെച്ചാണ് അത് ഷൂട്ട്. അതെ. പിന്നെ അമ്പലമേട് ഗസ്റ്റ് ഹൗസാണ് നമ്മൾ. ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ എനിക്ക് ചിരി വന്നു. ഈ അടുത്ത കാലത്ത് ഈ ഫോറസ്റ്റിനൊക്കെ പെർമിഷൻ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ വലിയ ഇഷ്യൂ നമ്മുടെ കോൺക്ലേവിലൊക്കെ ഉണ്ടായിരുന്നു. സത്യമാണ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ട. ഫോറസ്റ്റിന് ഇപ്പം പെർമിഷൻ കൊടുക്കുന്നില്ല ഫോറസ്റ്റ് ഷൂട്ട് ചെയ്യാൻ. അവിടെ പോകണം. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മൾ ഈ പെർമിഷൻ ഒന്നും ഇല്ലാതെ കാർഡ് ഷൂട്ട് ചെയ്തല്ലോ. നമ്മൾ കാർഡ് ഷൂട്ട് ചെയ്തില്ല ഫോറസ്റ്റ് ഇല്ലാത്ത ഓരോ കാലഘട്ടം. പക്ഷേ അന്നത്തേനേക്കാളിലും സ്വാമി പറഞ്ഞ പോലെ ഈ കുട്ടികളുടെ ഒരു വിഷ്വലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറി. ഒരു സിനിമ കാണുന്നതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. അത് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എങ്ങനെ വേണം, എന്ത് വേണം എന്നൊക്കെയുള്ള അവർക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് ഇപ്പം അല്ലാതെ തന്നെ. അപ്പോൾ അതിനെ വെച്ച് നമ്മുടെ സിനിമ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സിനിമയ്ക്കകത്ത് ഈ പറയുന്ന പോലെ ഈ അതിൻ്റെ കണ്ടൻറ്റ് വേണം, ടെക്നിക്കലി പെർഫെക്റ്റ് ആയിരിക്കണം. ഇതൊക്കെ ടെക്നിക്കൽ പെർഫെക്ഷൻ നിർബന്ധം. അതുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിനിമ നിൽക്കത്തുള്ളൂ. അതിപ്പോൾ ചെറിയ സിനിമയായാലും ശരിയാണ്, ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ഇന്നത്തെ ടെക്നോളജിയും അതിൻ്റെ പെർഫെക്ഷനും സിനിമയ്ക്ക് അത്യാവശ്യം. എസ്പെഷ്യലി ഈ പറഞ്ഞ വിഷ്വൽ, ക്യാമറ സൈഡ്, എഡിറ്റിംഗ് സൈഡ്, പിന്നെ മ്യൂസിക് എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അതെ, ആ കാര്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ, അംഗീകരിച്ചേ പറ്റൂ. ഒപ്പിക്കാൻ നടക്കത്തില്ല. അത് ശരിയാണ്. അപ്പോൾ എന്നാൽ നമുക്ക് ഇനി എപ്പോഴെങ്കിലും ഒരു ഇതുപോലൊരു ഇൻ്റർവ്യൂവിൽ നമുക്ക് വീണ്ടും കൂടാം. ഇൻ്റർവ്യൂ അല്ല, ഒരു നർമ്മസല്ലാപം, അങ്ങനല്ലേ എൻ്റെ വാക്കിൻ്റെ അർത്ഥം? ഇല്ല, ഇപ്പോൾ ഈ നമ്മൾ നടത്തിയത് നർമ്മസല്ലാപം അല്ലേ? ശരി സ്വാമി, ഓക്കെ.